അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ സർവ അനുഗ്രഹങ്ങളും നമ്മളിലെല്ലാവരിലും സദാ വർഷിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ ഇബാദത്തുകൾക്ക് ശേഷം ഇവിടെ ഈ ഹാളിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ സംഗമം അള്ളാഹു ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നിശാ ക്യാമ്പ് ഒരു പ്രചോദനമാണ് നമുക്ക്. പരിശുദ്ധ റമദാനിൽ ഇബാദത്തുകളും പുണ്യകർമ്മങ്ങളും മറ്റു ദിക്റുകളുമൊക്കെയായി മുന്നോട്ട് പോകേണ്ട വിശ്വാസികൾക്ക് അവരുടെ ആ കർമ്മങ്ങൾക്കുള്ള ഒരു പ്രചോദനമാണ് ഈ നിശാ ക്യാമ്പ്. എല്ലാ വർഷങ്ങളിലും നമ്മൾ രാത്രി ഉറക്കമൊഴിച്ച് അത്താഴത്തിൻ്റെ സമയം വരെ ഇങ്ങനെ ഇരുന്ന് പല കാര്യങ്ങളും പറയാനും കേൾക്കാനും പലതും ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും ഒക്കെ തയ്യാറാകുന്നത് ഇതൊരു ഷെയറിംഗ് ആണ്. എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളിലേക്കും നിങ്ങളിലുള്ളത് എന്നിലേക്കും ഒക്കെ പരസ്പരം ഷെയർ ചെയ്ത് ഈ റമദാനിനെ നമ്മൾ ധന്യമാക്കുക. കാരണം പരിശുദ്ധ റമദാൻ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മാസമാണ്. പുണ്യങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം നൽകപ്പെടുന്ന, പിശാചുക്കൾ ബന്ധിക്കപ്പെടുകയും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും ഒരു ചെറിയ നന്മക്ക് പോലും ഫറലായ ഒരു കർമ്മത്തിൻ്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് വിശ്വാസികൾക്ക് ആവേശവും സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. മറ്റു മാസങ്ങളിൽ നിന്ന് ഈ മാസത്തിന് ഈ ഒരു പ്രത്യേകത ഉണ്ടായത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു തആല ആ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തി. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ
അതേ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് ധന്യമായ സത്യാസത്യ വിവേചനം നൽകിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ അവന് വഴികാട്ടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിക്കൊടുത്തത് റമദാൻ മാസത്തിലാണ്. അതാണ് റമദാനിൻ്റെ പ്രത്യേകത. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പരലോകത്ത് സ്വർഗം ലഭിക്കാൻ കാരണമായി തീർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നോമ്പ്. ആ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു തആല റമദാൻ മാസത്തിൽ നിർബന്ധമാക്കിയത് എന്തുകൊണ്ടാ? നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പടച്ച തമ്പുരാനി റമദാൻ മാസത്തിന് നൽകിയത് എന്തുകൊണ്ടാ? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അഥവാ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന എല്ലാത്തിനും പോരിശയുണ്ട്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് പോരിശയുണ്ട്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിനും പ്രത്യേകതയുള്ളതായി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു ഈ ഭൂമുഖത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിട്ടുള്ള മക്കാ രാജ്യം, ആ മക്കാ രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി നിയോഗിച്ചിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വേദഗ്രന്ഥം, അതും പരിശുദ്ധമായ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിലകൊള്ളുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിൽ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ പരിവർത്തനത്തിൻ്റെ മാറ്റത്തിൻ്റെ ഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്തുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചു കൊണ്ട് പറഞ്ഞത് ഫീ ളലാലിം മുബീൻ, അവർ അങ്ങേയറ്റം വഴിപിഴച്ചു പോയവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ പറഞ്ഞ ഒരു സമൂഹത്തെ സംബന്ധിച്ചുകൊണ്ട് പിന്നീട് ഖുർആൻ അവരെക്കുറിച്ച് സൂചിപ്പിച്ചത് കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ ഒരു സമൂഹമാണ്. ഏറ്റവും മോശപ്പെട്ട അധസ്ഥിതമായ അങ്ങേയറ്റത്തെ മോശമായ അവസ്ഥയിൽ നിന്ന് സമൂഹം ആദരിക്കുകയും പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദറജയിലേക്ക് ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ച് കൊണ്ടുവന്ന ഗ്രന്ഥത്തിൻ്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വിശുദ്ധ ഖുർആൻ ഇന്നും ഒരു മാറ്റത്തിനും വിധേയമാക്കാതെ നമ്മുടെ കൈകളിൽ തന്നെ നിലനിൽക്കുന്നു. ആ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിനേന എന്നോണം അത് യാതുമായി ബന്ധപ്പെടാത്ത വിശ്വാസികളുണ്ടോ? പക്ഷേ സഹോദരങ്ങളെ, ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെയുള്ളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ മാസത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടാൻ ആവുന്നതും പരിശ്രമിക്കുകയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം, വിശുദ്ധ ഖുർആൻ അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഹദീസ്. പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ്, അല്ലാഹുവേ, നിന്റെ അടിമയാകുന്നു ഞാൻ, നിന്റെ അടിമയുടെ മകനാകുന്നു ഞാൻ, നിന്റെ അടിമയായവരുടെ മകനാകുന്നു ഞാൻ. അല്ലാഹുവേ, എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നിലാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, എൻ്റെ ഉത്തരവാദിത്വം നിന്റെ കൈകളിലാണ്. അങ്ങനെ അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി. അതുകൊണ്ട് പടച്ച റബ്ബേ, ഈ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തരണേ. നമ്മൾ സംസാരിക്കുന്ന വിഷയം ഖുർആൻ ഹൃദയത്തിൻ്റെ വസന്തം എന്നതാണ്. വസന്തം എന്നതിന് അറബിയിൽ പറയുന്ന പേര് റബീഅ എന്നതാണ്. എന്താണ് വസന്തകാലത്തിൻ്റെ പ്രത്യേകത? എല്ലാം പൂത്തു നിൽക്കുന്ന, എല്ലാം കായ്ച്ചു നിൽക്കുന്ന, എല്ലാ നിലക്കും സുലഭമായി
കാര്യങ്ങളെല്ലാം വസ്തുക്കളെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കാലത്തിൻ്റെ പേരാണ് വസന്തകാലമെന്ന്. അത് ഖുർആനിനെ സംബന്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖുർആൻ ഒരു വസന്തമാണ്. നമുക്കാവശ്യമുള്ളതെല്ലാം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തെ നേരെയാക്കാൻ ഖുർആൻ കൊണ്ട് സാധിക്കും, നമ്മുടെ കർമ്മങ്ങളെ നേരെയാക്കാൻ ഖുർആൻ കൊണ്ട് സാധിക്കും. അതുപോലെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ടുപോകുവാൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് സാധിക്കുമെന്നതിനാൽ വിശുദ്ധ ഖുർആൻ മനുഷ്യർക്കുള്ള വസന്തമാകുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ ജിഅലിൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ ഈ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ. വനൂറ സുദിരി, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കി തീർക്കണേ. വജലാഅ ഹസ്നി, എൻ്റെ ദുഃഖങ്ങൾ പോക്കിക്കളയുന്നതാക്കി തീർക്കണേ. അതേ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാണ്, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ്. അത് ഓതിയാൽ നമുക്ക് സന്തോഷമാണ്, അത് വായിച്ചാൽ നമുക്ക് സന്തോഷമാണ്, അത് പഠിച്ചാൽ നമുക്ക് ആനന്ദമാണ്, മനസ്സിന് കുളിർമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഏതെല്ലാം നിലക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ്റെ മനസ്സിനെ സമാധാനപ്പെടുത്താൻ കഴിയുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യമുണ്ടെങ്കിൽ അത് അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദിക്റുകളാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തേത് വിശുദ്ധ ഖുർആൻ തന്നെയല്ലേ? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്റിനെ നാം ആകുന്നു ഇറക്കിയിട്ടുള്ളത്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ആ ദിക്റാകുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിനെ കുറിച്ച് അല്ലെങ്കിൽ ദിക്റിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം കൊള്ളാൻ കഴിയുക വിശുദ്ധ ഖുർആൻ കൊണ്ടൊന്നുകൊണ്ട് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, ആ ഹൃദയത്തെ പടച്ച അല്ലാഹു നമ്മളോട് പറഞ്ഞത് സത്യപ്പെടുത്തിക്കൊണ്ട് ആ നിലക്ക് വിശുദ്ധ ഖുർആനുമായി അടുക്കാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമാണത്, നമ്മുടെ ഹൃദയത്തിന് അതൊരു സന്തോഷമാണ്, പ്രകാശമാണ്. ഇരുളടഞ്ഞ, അന്ധകാരങ്ങൾ നിറഞ്ഞ, അജ്ഞതകൾ നിറഞ്ഞ, അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ആ മനസ്സിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ തെളിയാത്ത മനസ്സുണ്ടോ സഹോദരങ്ങളെ? മാറാത്ത മനസ്സുണ്ടോ സഹോദരങ്ങളെ? എത്ര ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. വിശുദ്ധ ഖുർആൻ കൊണ്ട് സന്തോഷിക്കുന്ന, വിശുദ്ധ ഖുർആൻ കൊണ്ട് മാറാൻ തയ്യാറായ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി മാറ്റാൻ വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം, പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം, രണ്ടാളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരികയാണ്. ഖാല അതാ ഇബ്നു അബി റബാഹ്, അദ്ദേഹം പറയുകയാണ്, ദഖൽതു മഅ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വ ഉബൈദ് ഇബ്നു ഉമൈർ, അഥവാ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെയും ഉബൈദ് ഇബ്നു ഉമൈറിൻ്റെയും കൂടെ ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെന്നു. എന്തിനാ ചെല്ലുന്നത് എന്നറിയാമോ? അവർ ചെന്നുകൊണ്ട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, പ്രവാചകന്റെ കൂടെ ജീവിച്ച നിങ്ങൾക്ക് പ്രവാചകനിൽ അത്ഭുതം തോന്നിയ, ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയ കാര്യം എന്താണ്? ഭാര്യയോട് ചോദിക്കുക. പ്രവാചകന്റെ കാലശേഷം അന്വേഷിക്കുകയാണ്, പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്താ? ഇത് ഈ ചോദ്യം കേട്ടപ്പോൾ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ അങ്ങോട്ട് കരഞ്ഞു. ആ കരച്ചിലിനടുവിൽ അവർ പറഞ്ഞു, കുല്ലു അംരിഹി കാന അജബാ. പ്രവാചകന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് മുഴുക്കെ അത്ഭുതകരമാണ്. ഏതെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് പറയാനില്ല, പ്രവാചകന്റെ ജീവിതം മുഴുക്കെ വലിയ അത്ഭുതമാണ് എന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഒരു ദിവസം പ്രവാചകൻ എൻ്റെ കൂടെ താമസിക്കേണ്ടുന്ന ഒരു ദിവസം പ്രവാചകൻ എൻ്റെ അടുക്കൽ വന്നു, എൻ്റെ കൂടെ കിടന്നു. എന്നിട്ട് പ്രവാചകൻ എന്നെ ചേർത്ത് വെച്ചു. ആ ചേർത്ത് വെച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, അല്ലയോ ആയിഷ, യാ ആയിഷ ഈദനീലി അതഅബ്ബദ് റബ്ബി. ആയിഷ, എനിക്ക് എൻ്റെ റബ്ബിനെ ഒന്ന് ആരാധിക്കാൻ നീ എന്നെ അനുവദിക്കുമോ? നോക്കൂ സഹോദരങ്ങളെ, പ്രവാചകൻ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്,
എൻ്റെ റബ്ബിനെ ഒന്ന് ആരാധന നടത്താൻ, നിന്റെ കൂടെ കിടക്കേണ്ട ഈ സമയം റബ്ബിലേക്കൊന്ന് ആരാധന നടത്താൻ നീ എന്നെ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എൻ്റെ കൂടെ കഴിച്ചു കൂട്ടലാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നു അള്ളാഹുവിനെ, ഈ സമയത്ത് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ പ്രാധാന്യം നൽകുകയാണ്, നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ സ്ഥാനം നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് വുദൂ ചെയ്തു, അങ്ങനെ നമസ്കരിച്ചു. നമസ്കരിച്ച ആ സമയത്ത് പ്രവാചകൻ നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് കരയുകയാണ്. റുക്കൂയിലേക്ക് പോകുമ്പോഴും കരയുകയാണ്, ഇരിക്കുമ്പോഴും കരയുകയാണ്. നമസ്കാരത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കരഞ്ഞു, വല്ലാതെ കരഞ്ഞു, സാധാരണ കരയുന്നതിനപ്പുറം കരഞ്ഞു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകന്റെ താടി രോമങ്ങൾ നനഞ്ഞു. പ്രവാചകൻ സുജൂദ് ചെയ്ത സ്ഥലങ്ങളിൽ കണ്ണീര് ഉറ്റിയിട്ട് വീണുകൊണ്ട് അതിൻ്റെ അടയാളം വീണു. അങ്ങനെ പ്രവാചകൻ വല്ലാതെ കരഞ്ഞു. അവസാനം പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞ് ചെരിഞ്ഞു കിടക്കുകയാണ്. ആ ചെരിഞ്ഞു കിടക്കുന്ന സമയത്തും കരയുകയാണ്. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി വരുന്നത്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അസ്സലാമു അലൈക്കും, നമസ്കരിക്കാൻ സമയമായി, എന്താ നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾ കരയുകയാണല്ലോ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലേ, ഞാനെങ്ങനെ കരയാതിരിക്കും, ഞാനെങ്ങനെ സങ്കടപ്പെടാതിരിക്കും? എനിക്ക് ഇന്നലെ രാത്രി ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, ആ ആയത്തുകൾ എന്നെ കരയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത്. എന്താ ആ ആയത്തിൻ്റെ പ്രത്യേകത? ആ ആയത്ത് ഓതുന്ന ഒരാൾ ആ ആയത്തിനെ സംബന്ധിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കണം, ആ ആയത്തിനെ സംബന്ധിച്ചുകൊണ്ട് ആലോചിച്ചു കൊണ്ടിരിക്കണം, ആ ആയത്തിനെ സംബന്ധിച്ചുകൊണ്ട് ആലോചിച്ച് മനസ്സിലാക്കി ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നിർദ്ദേശിക്കുന്ന ഒരു ആയത്താണ്, അല്ലെങ്കിൽ ആയത്തുകളാണ് എനിക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത്. ഏതാ സഹോദരങ്ങളെ ആയത്ത്? ആലി ഇംറാനിലെ അവസാന ഭാഗം, എല്ലാ ദിവസങ്ങളിലും നമ്മളോട് പാരായണം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആയത്ത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. ഈ ആയത്തുകൾ ഓതുന്ന സമയത്ത് വിശ്വാസികളായ ആളുകൾ അതിനെ സംബന്ധിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. വൈലുൽ ലിമൻ ഖറഅഹ, ആരെങ്കിലും ഈ ആയത്ത് ഓതി സുമ്മ ലം യതഫക്കർ ഫീഹാ, എന്നിട്ട് ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ വൈലുൻ, അവർക്ക് നാശം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആയത്തുകൾ എന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാ, നീ എനിക്ക് ഖുർആൻ ഒന്ന് ഓതിക്കൊണ്ട. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് നിങ്ങൾക്കാണല്ലോ, ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിലും നീ ഖുർആൻ ഓത്, എനിക്ക് അതൊന്ന് കേൾക്കണം. അങ്ങനെ സൂറത്തുൻ നിസാ ആണ് ഓതാൻ വേണ്ടി നിർദ്ദേശിച്ചത്. അങ്ങനെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആ സൂറത്തുൻ നിസാ ഇങ്ങനെ ഓതി. അങ്ങനെ ഓതി അവസാനം فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا എന്ന ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്കൊന്നിങ്ങനെ ജസ്റ്റ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കി. ആ സമയത്ത് പ്രവാചകൻ ഇങ്ങനെ കരയുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തിലൂടെ കണ്ണുനീരൊന്നായിട്ട് ധാരധാരയായി ഒഴുകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതി നിർത്ത് എന്ന് പറഞ്ഞു. കാരണം എന്താ പ്രവാചകൻ അങ്ങനെ കരഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു ആ ആയത്തിൽ എന്താ പറയുന്നത്? ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ സമൂഹങ്ങൾക്കും സാക്ഷികളെ കൊണ്ടുവരും. അങ്ങനെ ഈ ഉമ്മത്തിന്റെ സാക്ഷിയായി മുഹമ്മദ് നബി അലൈഹി പ്രവാചകരെ നിങ്ങളെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പടച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുപോയി. നമുക്കൊക്കെ സാക്ഷിയായി പ്രവാചകൻ നാളെ പരലോകത്ത് വരും. സഹോദരങ്ങളെ, ആലോചിക്കേണ്ട വിഷയമല്ലേ? പ്രവാചകനെ സ്വാധീനിച്ച, പ്രവാചകനെ കരയിപ്പിച്ച എത്ര രംഗങ്ങൾ, അതേപോലെ തന്നെ സ്വഹാബത്തിനെ കരയിപ്പിച്ച എത്ര രംഗങ്ങൾ. സൂറത്ത് ഹുജറാത്തിലെ 2-ാമത്തെ അധ്യായം ഇറങ്ങാനുണ്ടായ കാരണം എന്താ?
ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ട കുറേ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയുണ്ടായി. ആ സമയത്ത് അവർ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടി കുറച്ചാളുകൾ അല്ലെങ്കിൽ ആളുകളെ വിട്ടുതരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരാളെ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശിച്ച ആളെ എതിർത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അദ്ദേഹത്തെ പറ്റുകയില്ല, ഇന്ന ആളെ പറഞ്ഞേക്കണം. അങ്ങനെ അവർ രണ്ടുപേരും തർക്കമായി. പ്രവാചകൻ ഇങ്ങനെ നിൽക്കെ തന്നെ പ്രവാചകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ തർക്കമാവുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നൊരവസ്ഥാവിശേഷമുണ്ടായി. ആ സമയത്ത് അള്ളാഹുവിൻ്റെ വഹി ജിബ്രീൽ എന്ന മലക്ക് മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണ്. എന്താ ഇറങ്ങുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ പ്രവാചകന്റെ ശബ്ദത്തെക്കാളും ഉയർത്താൻ പാടില്ല എന്ന സൂറത്ത് ഹുജറാത്തിലെ ആയത്തിറങ്ങിയപ്പോൾ അവര് നിശബ്ദരായി. അവരുടെ മനസ്സിനെ അത് സ്വാധീനിച്ചു. കാരണം ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഒരിക്കലും കഴിയില്ല. ഞങ്ങൾ ശബ്ദിച്ചത് കൊണ്ടാണല്ലോ, ഞങ്ങൾ തർക്കിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ആയത്ത് ഈ സമയത്ത് ഇറങ്ങിയത് എന്ന നിലക്ക് അവർ കരയുകയാണ്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ കാത് കൂർപ്പിക്കേണ്ടി വരുമായിരുന്നു എന്നാണ്. അത്ര ശബ്ദം താഴ്ത്തിയിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് എന്നതാണ്. ഈ ആയത്ത് കേട്ടതിന് ശേഷം ചില സഹാബിമാര് പള്ളിയിലേക്ക് വരാതിരിക്കുന്ന അവസ്ഥാവിശേഷം വരെ ഉണ്ടായി. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ശബ്ദം കുറച്ച് ഉയർന്ന ഒരു സഹാബിയായിരുന്നു. സംസാരിക്കുമ്പോൾ അറിയാതെ ശബ്ദം ഉയർന്നു പോകും, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സഹാബിയായിരുന്നു അദ്ദേഹം. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ സദസ്സുകളിൽ കാണുന്നില്ല, പള്ളിയിൽ കാണുന്നില്ല. ആ സമയത്ത് 2-3 ദിവസം തുടർച്ചയായി കാണാതിരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, എവിടെ പോയി സാബിത്ത്? അങ്ങനെ സഹാബത്ത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. അദ്ദേഹം കരഞ്ഞിരിക്കുകയാണ്. എന്തിനാ അദ്ദേഹം കരയുന്നത്? ഇതാ ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയിരിക്കുന്നു. ആ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആ ധിക്കാരം കാണിക്കുന്നതിൽ ഞാൻ പെട്ടുപോകുമല്ലോ, അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടാത്തവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകുമല്ലോ എന്ന് പേടിച്ചിട്ട് അയാൾ പ്രവാചകന്റെ മുമ്പിൽ വരുന്നില്ല. കാരണം പ്രവാചകനോട് സംസാരിക്കുമ്പോൾ കുറച്ച് ഉച്ചത്തിലായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക ലസ്ത മിൻ അഹ്ലിന്നാർ, നീയൊന്നും നരകാവകാശിയല്ല കേട്ടോ, നീയൊന്നും ആ ഗണത്തിൽപ്പെടുന്നവനല്ല. വലാകിൻ മിൻ അഹ്ലിൽ ജന്ന, നീ സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്. അതാണ് നമ്മൾ ഒന്നാമത്തെ റമദാൻ മുതൽ റമദാനിൽ പ്രത്യേകമാക്കിക്കൊണ്ട് പാരായണം ചെയ്തത്. എത്ര പ്രാവശ്യം ഓതി തീർത്തു നമ്മൾ? പലരും ഒരു പ്രാവശ്യം തീർത്തവരുണ്ടാകാം, രണ്ടാമത് അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാകാം, ചിലപ്പോൾ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഓതിയിട്ട് 3 പ്രാവശ്യം തീർത്തവരുണ്ടാകാം. ഒക്കെയാണെങ്കിലും ശരി സഹോദരങ്ങളെ, ആ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഒരു ചലനമുണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹസനുൽ ബസരി റഹിമഹുല്ല, അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമായി നമസ്കാരത്തിന് ശേഷം അദ്ദേഹം ഒരു ഭാഗത്ത് ഇങ്ങനെ പോയിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ മുഅ്മിനാണോ? നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ആളോടാണ് ചോദിക്കുന്നത്, ഇമാമിനോടാണ് ചോദിക്കുന്നത്, പണ്ഡിതനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശാന്തമായി കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിലും അല്ലാഹുവിൻ്റെ പ്രവാചകനിലും അന്ത്യദിനത്തിലുമൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണോ നിങ്ങൾ എന്നാണ് ചോദിച്ചത് എങ്കിൽ ഞാനിതാ പറയുന്നു, ഞാൻ വിശ്വാസിയാണ്. പക്ഷേ സൂറത്ത് അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളുടെ ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കേൾക്കുന്ന സമയത്ത് അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുകയും ആയത്തുകൾ ഓതിക്കേൾക്കുന്ന സമയത്ത് അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹുവിൽ അവർ തവക്കുൽ ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞാൻ പെടുമോ, എനിക്ക് പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന
ഇമാം സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ആ വിശുദ്ധ ഖുർആൻ നമ്മൾ എത്ര പ്രാവശ്യം ഓതുന്നു, എത്ര പ്രാവശ്യം അതിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ റബീഅ ഖൽബി അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി എന്ന പ്രാർത്ഥന നമ്മളെപ്പോഴും പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതിൻ്റെ ആ ചൈതന്യം ലഭിച്ചോ നമ്മൾക്ക് മാറാൻ സാധിക്കും. നമ്മുടെ സ്വഭാവം, നമ്മുടെ ജീവിത രീതി, നമ്മുടെ വർത്തമാനങ്ങൾ നോക്കൂ. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ശബ്ദം താഴ്ത്തി സംസാരിച്ചുവെങ്കിൽ അതുപോലെ മാറാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് നമ്മുടെ കൈകളിൽ ഇന്നും ഇരിക്കുന്നത്. അത് നമ്മുടെ മുമ്പിലുണ്ടായിട്ട് അത് വായിച്ചിട്ട് പഠിച്ചിട്ട് ഒരു ചലനം പോലും ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ആലോചിക്കണം. ഈ പരിശുദ്ധ റമദാൻ ആ ആലോചനക്കുള്ള ഒരു സമയമാക്കി നാം മാറ്റുക. ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് വിജ്ഞാനങ്ങളും ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ വരുമ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഈ ക്യാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി, അതിൻ്റെ ഒരു ഗുണഫലമായി നമുക്ക് കിട്ടേണ്ടത് ഓരോ വിഷയങ്ങളിൽ നിന്നും ആ രംഗത്തുള്ള തെസ്കിയത്താണ് സഹോദരങ്ങളെ. തെസ്കിയത്ത് കിട്ടിയില്ല എങ്കിൽ ഇതെല്ലാം നിരർത്ഥകമാണ്. നമ്മൾ എത്ര ക്ലാസ് സംഘടിപ്പിച്ചിട്ടും വയല് സംഘടിപ്പിച്ചിട്ടും നമ്മൾ ഏതൊക്കെ രൂപത്തിൽ ഒരുപാട് സമയം ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചാലും നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ നമുക്കതുകൊണ്ടൊന്നും ഒരു ഫായിദയും ഒരു ഗുണവും ലഭിക്കുകയില്ല. അതുകൊണ്ട് നിഷ്കളങ്കമായി ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഈ സദസ്സിലിരിക്കുക, ഓരോന്നും കൃത്യമായി കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വഴികാട്ടിയായി വെളിച്ചമായി നൽകിയ വിശുദ്ധ ഖുർആൻ അതിനെ ഇമാമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനും ജീവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ അനുഷ്ഠിച്ച നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റിയാഇൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഒരു ലാഞ്ചന പോലും അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൽ കടന്നു വരാതിരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.